സദൃശവാക്യം 22:4 വായിച്ച്. താഴ്മയ്ക്കും യഹോവ ഭക്തിക്കും ഉള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ആരെങ്കിലും ധനവാരായി കഴിഞ്ഞത് അന്ന് പറഞ്ഞാൽ അതിന്റെ മോളിൽ കിടന്ന് ഗുസ്തി പിടിക്കണ്ട. ദൈവവചനം പറയാ, താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നു. മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവത്തിന്റെ ദാനമാ. ഇത് രണ്ടും അനുവദിക്കുന്ന ദൈവം തന്നെയാ. എങ്ങനെ അറിയാം? അതിന്റെ തൊട്ട് മോള് വായിച്ചേ, അതിന്റെ 2-ാം വാക്യം വായിച്ചേ. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു, അവരെയൊക്കെയും ഉണ്ടാക്കിയവൻ യഹോവ തന്നെ. അപ്പൊ രണ്ടുപേരെ ഉണ്ടാക്കിയ ആര് തന്നെയാ? യഹോവ തന്നെയാ. ധനവാനും ദരിദ്രനും തമ്മിൽ കാണുന്നു. ഇവിടെ ധനവാൻ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ദൈവമാണിതെല്ലാം എന്നെ ഏൽപ്പിച്ചതെന്നു ഞാൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അത് വിനിയോഗിക്കണമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിട്ട് ദൈവത്തിന്റെ നല്ല കാര്യവിചാരകന്മാർ ആയിത്തീരണം. ഇതാണ് എല്ലാവരോടും പറയാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. എല്ലാവരോടും പറയാനുള്ളത്, നൽകിയ ധനത്തിലല്ല നമ്മുടെ ദൃഷ്ടി വെക്കേണ്ട, സകലതും നമുക്ക് നൽകിയ ദൈവത്തിൽ ആശ വെച്ചിട്ട് ഇതാ ആ ധനം കൊണ്ട് വരും കാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കുവാൻ എല്ലാവരോടും ആജ്ഞാപിക്കുക. ഹല്ലേലൂയ. അത് വെച്ചുകൊണ്ടിരുന്നത് അത് പുഴുവരിച്ച് അത് അവസാനിക്കത്തേ ഉള്ളൂ. എന്നാൽ അത് നിനക്ക് ഭാവിയിൽ പ്രയോജനകരമായി തീരുവാനായിട്ട് ഇടയാകട്ടെ.